ഈ ഒരു സീസണിൽ നമുക്ക് ഇനി പ്ലേ ഓഫ് എന്ന സ്വപ്നം ഒരിക്കലും ലക്ഷ്യം വെക്കാൻ സാധിക്കില്ല. 50 ലക്ഷം രൂപ ട്രാൻസ്ഫർ ഫീ നൽകിക്കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഹെഡിംഗിൽ വളരെ മികച്ച ഒരു പ്ലെയർ ആണ്. ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമുള്ള സമയത്ത് ബോക്സിൽ കൃത്യമായി എത്തുന്നുണ്ട്. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ടാക്ടിക്സ് മാറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തുടർച്ചയായ 3 വർഷം ഇവാൻ വുക്കോവിച്ചിന്റെ അണ്ടറിൽ പ്ലേ ഓഫ് കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു ഡൗൺഫോളിന്റെ കാരണം എന്താണ്? സീസൺ തുടങ്ങി സീസണിന്റെ പകുതിക്ക് വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് മിഖായിൽ സ്റ്റാഗറയെ മോശം പ്രകടനത്തെ തുടർന്ന് പുറത്താക്കുന്ന സാഹചര്യം എല്ലാം ഉണ്ടായി. അതിനുശേഷം ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മാനേജ്മെന്റ് ഈ സീസൺ കാര്യമായി എടുത്തില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ടീമിലേക്ക് കൊണ്ടുവരേണ്ട ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും മാനേജ്മെന്റ് ഈ സീസണിൽ കൊണ്ടുവന്നിട്ടില്ല എന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഡിസംബർ ജനുവരി ടൈമിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെതിരെ മഞ്ഞപ്പട ശക്തമായ രീതിയിൽ പ്രതിഷേധവും കാര്യങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഫലമായി കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലായിരുന്നു കുറച്ച് സൈനികവും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ എഫ്സിയിൽ നിന്ന് ബ്രിഗാഷ് മുനാമിനെ ടീമിലേക്ക് എത്തിക്കുകയും അദ്ദേഹത്തിന് പരിക്കാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. കാരണം ഇവിടെ വന്നിട്ട് പരിക്ക് പറ്റിയതാണോ അതോ അവിടെ നിന്ന് വരുമ്പോഴേ പരിക്ക് പറ്റിയതാണോ എന്ന് വലിയൊരു സംശയമുള്ള കാര്യമാണ്. ജനുവരിയിൽ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന ഒരു വിദേശ താരമാണ് ഡ്യൂസൽ ലെഗാട്ടർ. 50 ലക്ഷം രൂപ ട്രാൻസ്ഫർ ഫീ നൽകിക്കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഈ FC ഗോവയ്ക്കെതിരായുള്ള ഈ മത്സരം മാത്രമാണ് ഇദ്ദേഹം ഫുൾ ടൈമായി കളിച്ചിട്ടുള്ളത്. ബാക്കി ജനുവരി മുതൽ ഈ ടൈം വരെ അദ്ദേഹം വെറുതെ ഇരിക്കുകയായിരുന്നു. വെറും 30 മിനിറ്റ് മാത്രമാണ് അദ്ദേഹം ഈ സീസണിൽ കളിച്ചിട്ടുള്ളത്. അതുപോലെ ഈ സീസണിന്റെ അവസാനം അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റും ബ്ലാസ്റ്റേഴ്സ് എടുത്തിരുന്നു. ഈ ഒരു ഷോർട്ട് ഫിറ്റിലേക്ക് വേണ്ടി എന്തിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ 50 ലക്ഷം രൂപയെല്ലാം ട്രാൻസ്ഫർ ഫീ നൽകിക്കൊണ്ട് കൊണ്ടുവന്നത് എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. കാരണം ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ആ താരത്തിനെ യൂസ് ചെയ്യുന്നു പോലുമില്ല. പിന്നെ പലരെല്ലാം പറയുന്നുണ്ട് ഈ താരത്തിന് അടുത്ത സീസണിലേക്ക് വേണ്ടി പുതിയ കോച്ചിന്റെ നിർദ്ദേശപ്രകാരമാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന്. ഈ ഒരു സീസണിൽ നമുക്ക് ഇനി പ്ലേ ഓഫ് എന്ന സ്വപ്നം ഒരിക്കലും ലക്ഷ്യം വെക്കാൻ സാധിക്കില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി ചെയ്യാൻ സാധിക്കുക എന്നത് അടുത്ത സീസണിലേക്ക് വേണ്ടി വർക്ക് ചെയ്യുക, അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുക എന്ന കാര്യം തന്നെയാണ്. പുതിയ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളുടെ ലിസ്റ്റിൽ വലിയ മാറ്റങ്ങൾ തന്നെ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ആകെ കൂടി നോവ സദോയെയും എഡ്രിയ ലൂണയെയും മാത്രം ഈ ടീമിൽ നിർത്തിയാൽ മതി എന്നാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. മിലോസ് ഡിംസിച്ചിനെ എല്ലാം പുറത്താക്കേണ്ട സമയം ആ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ കഴിഞ്ഞു പോയതാണ്. ഈ മിനിറ്റിലേക്ക് ഒരു ത്രൂ ബോളോ ഹൈ ബോളോ എത്തിച്ചു നൽകുന്ന ഒരു ടാക്ടിക്സ് ആയിരുന്നു നമുക്ക് ഇന്നത്തെ മത്സരത്തിൽ ഗോവയ്ക്കെതിരെ കാണാൻ സാധിച്ചത്. പക്ഷേ ആ പന്ത് ഓടി പിടിക്കാനായിട്ടുള്ള ഒരു സ്പ്രിന്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കീസിന്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം റെഡ്ലി അവൈലബിൾ ആണ്. അതായത് പന്ത് ബോക്സിൽ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായി ഫിനിഷ് ചെയ്യാനായിട്ട് അവിടെ കൃത്യ ടൈമിൽ കീസസ് ഇൻഡിസ് വരുന്നുണ്ട്. ഒരു സെക്കൻഡ് സ്ട്രൈക്കറിന് വേണ്ട എല്ലാ ക്വാളിറ്റിയും കീസസ് ഇൻഡിസിനുണ്ട്. ഫിസിക്കലായിട്ട് താരങ്ങളെ ബീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വളരെ മികച്ച സ്പ്രിന്റ് എടുത്തുകൊണ്ട് ബോൾ കവർ ചെയ്യാനോ ഒന്നും കീസസ് കിമിനിസിന്റെ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സാധിച്ചിട്ടില്ല. വളരെ ടെക്നിക്കലി ബ്രില്യന്റ് ആണ്. അതുപോലെ സെക്കൻഡ് ബോളുകളെല്ലാം കൃത്യമായി ക്യാച്ച് ചെയ്യുന്ന ഒരു താരമാണ്. ഹെഡിംഗിൽ വളരെ മികച്ച ഒരു പ്ലെയർ ആണ്. ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമുള്ള സമയത്ത് ബോക്സിൽ കൃത്യമായി എത്തുന്നുണ്ട്. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ടാക്ടിക്സ് മാറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ത്രൂ ബോൾ ഗെയിമാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നതെങ്കിൽ അതിലേക്ക് ഓടി എത്താനായിട്ട് നമ്മുടെ കീസസ് കിമിനിസിനെ സാധിക്കാറില്ല. അടുത്ത സീസണിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കീസസ് കിമിനിസിനെ സെക്കൻഡ് സ്ട്രൈക്കർ ആക്കിക്കൊണ്ട് മറ്റൊരു വിദേശ താരത്തിനെ സെന്റർ ഫോർവേഡ് ആയിക്കൊണ്ട് കൊണ്ടുവരണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഗോവയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വലയിലേക്ക് ഇനിയും പന്തുകൾ എത്തിക്കാമായിരുന്നുവെങ്കിലും അവർ കൃത്യമായി കൊണ്ട് പൊസിഷൻ ഗെയിം കീപ്പ് ചെയ്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ പിന്നോട്ട് വലിഞ്ഞു കളിക്കുക തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആകെ കൂടി ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നത് വളരെ വലിയ നിരാശാജനകമായ ഒരു കാര്യം തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സ് ജനുവരിയിൽ കൊണ്ടുവന്ന 3 താരങ്ങൾ ഈ മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു. വികാസ് മുന്നം, കമൽജിത്ത്, അതുപോലെ ഡ്യൂസൽ ലെഗാട്ടർ തുടങ്ങിയ 3 താരങ്ങളായിരുന്നു ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഡ്യൂസൽ ലെഗാട്ടറും അതുപോലെ കമൽജിത്തും ഫസ്റ്റ് ലെവലിലും വികാസ് മുന്നം അവസാന നിമിഷങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു സെന്റർ ബാക്ക് റോളിൽ സബ്ബായി കൊണ്ടുമായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വികാസ് മുന്നം വരികയും അദ്ദേഹത്തിന്റെ ആദ്യ ടച്ചിൽ തന്നെ അദ്ദേഹം ഒരു യെല്ലോ കാർഡ് വാങ്ങുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറെടുക്കുമ്പോൾ വലിയൊരു അഴിച്ചുപണി തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. മികച്ച റിക്രൂട്ട്മെന്റ് കൊണ്ടുവരണം. അല്ലാതെ വെറുതെ വരെ വിട്ടുകൊണ്ട് വേറെ താരങ്ങളെ ഏതെങ്കിലും താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുക എന്ന ഒരു സ്കീമിലാണെങ്കിൽ അതിന്റെ യാതൊരു ആവശ്യമില്ല. ഇവർക്ക് പകരം മികച്ച റിക്രൂട്ട്മെന്റ്സ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ബൈ.